നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയനെയും വീണ വിജയനെയും ഒന്നും ഇതുവരെ കേന്ദ്രം വെറുതെ വിട്ടിട്ടില്ല. ഇടയ്ക്കിടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തി പത്തി ഉയർത്തും. അതുകണ്ട് പിണറായിയും കൂട്ടരുമൊക്കെ പേടിച്ച് മാളത്തിൽ കയറും. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കേന്ദ്ര ഏജൻസികൾ ചീറിയെടുക്കുമ്പോൾ അത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കും. പിന്നീട് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ ആകാംക്ഷയോടെ നോക്കും. എല്ലാറ്റിനുമൊടുവിൽ പിണറായിയും വീണ വിജയനുമൊക്കെ രക്ഷപ്പെടുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. എന്നാൽ ഇക്കുറി കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ CMRLനെ തൂക്കിയെടുക്കുന്നത് രാജ്യവിരുദ്ധ കുറ്റങ്ങളുടെ പേരിലാണ്. CMRLനെതിരെ കേന്ദ്ര ഏജൻസി ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ. SFIO ദില്ലി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. ഭീകര സംഘടനകൾക്ക് CMRL ഫണ്ട് നൽകിയോ എന്ന സംശയമാണ് SFIO ഉയർത്തിയിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകി എന്ന ആക്ഷേപം കേന്ദ്ര ഏജൻസിയായ SFIO ഉയർത്തുമ്പോൾ അത് മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. കൂടുതൽ വിശദീകരണങ്ങളും ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് SFIO നൽകുന്നു. CMRLനെതിരെ കൂടുതൽ അന്വേഷണം നടത്തുന്നുവെന്നാണ് SFIO പറഞ്ഞിരിക്കുന്നത്. എക്സാലോജിക് ഇടപാടിൽ ഇപ്പോൾ അന്വേഷണം പൂർത്തിയായി എന്നും SFIO വ്യക്തമാക്കി. പണി ചോദിച്ചു വാങ്ങുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. CMRLനും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുതന്നെ. SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു CMRLന്റെ ഹർജി പരിഗണിക്കവേ SFIO ഗുരുതരമായ ആരോപണങ്ങളുമായി കോടതിയിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്നായിരുന്നു CMRL നേരത്തെ ഹൈക്കോടതിയിൽ വാദിച്ചത്. ആദായനികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് CMRL കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. CMRL എക്സാലോജിക് കേസ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. CMRL ഭീകര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് പണം നൽകി എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും തലങ്ങളിൽ എക്സാലോജിക്കിലേക്ക് വരുമോ? ഇക്കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത്. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മന്ത്രാലയം നിയമോപദേശം തേടും. റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വിചാരണയ്ക്ക് വിധേയരാക്കും. ആവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ വിചാരണയ്ക്ക് SFIയോട് നിർദ്ദേശിക്കുമെന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ SFIO അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി ഹൈക്കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ കോടതി തടഞ്ഞില്ലെങ്കിൽ കേസ് വിചാരണ നടപടികളിലേക്ക് കടക്കും. അന്വേഷണം നിയമവിരുദ്ധമല്ല എന്നുകൂടി ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചാൽ അത് എക്സാലോജിക്കിനെതിരെ നിർണായകമായ ചില നീക്കങ്ങൾക്ക് കാരണമാകും. CMRL ഇടപാടിൽ എക്സാലോജിക് സൊല്യൂഷന് പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയാൽ അത് പിണറായി വിജയന്റെ കസേര തെറിക്കാൻ വരെ ഇടയാക്കുന്ന ഗൗരവമേറിയ സംഭവമാണ്. വീണ വിജയൻ കുടുങ്ങും എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും ഇളക്കം തട്ടും. കാരണം നേരിട്ട് മുഖ്യമന്ത്രിയിലേക്കാണ് ആ സംശയമുന നീളുന്നത്. SFIO തങ്ങളുടെ അന്വേഷണം പൂർത്തിയാക്കിയെന്നാണ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ CMRL ചെയർമാൻ ശശിധരൻ കർത്തയുടെ മൊഴി ഇതുവരെ SFIO എടുത്തിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ആകെ 20 പേരുടെ മൊഴി SFIO രേഖപ്പെടുത്തി. കർത്തായുടെ മകനും ഡയറക്ടറുമായ ശരൺ എസ് കർത്തായുടെ മൊഴി 4 വട്ടമാണ് രേഖപ്പെടുത്തിയത്. നേരത്തെ SFIO അന്വേഷണത്തിനെതിരെ CMRLും KSIDCയും കേരള ഹൈക്കോടതിയിലും എക്സാലോജിക് ബംഗളൂരു ഹൈക്കോടതിയിലും ഹർജി നൽകിയിരുന്നു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു അവരുടെയൊക്കെ ആവശ്യം. എന്നാൽ ബംഗളൂരു ഹൈക്കോടതി ഇത് അനുവദിച്ചില്ല. എക്സാലോജിക്കിനെതിരെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലെ ആരോപണങ്ങൾക്കെതിരെയായിരുന്നു ഇവർ വിവിധ കോടതികളെ സമീപിച്ചത്. ഈ 3 ഹർജികൾ അനുകൂലമാകാതിരുന്നതോടെ അന്വേഷണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിന്റെ മൊഴിയനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ട് എന്ന വാദം CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് ശക്തമായ വാദമുഖങ്ങളുമായി SFIO ഡൽഹി ഹൈക്കോടതിയിലെത്തിയത്. തങ്ങൾ അന്വേഷണത്തിന് ശ്രമിച്ചത് ആദായനികുതി ബോർഡിന്റെ രേഖ വെച്ചല്ല. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു, കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ, ROC ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയത് എന്ന വാദം
SFIO ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചു. ഇതേ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ മറ്റൊരു കേസും നിലനിൽക്കുന്നു എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിനെതിരെ വീണ നൽകിയ അപ്പീലാണിത് എന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഓഗസ്റ്റിൽ നൽകിയ അപ്പീൽ ഇതുവരെ പരിഗണിച്ചിട്ട് പോലുമില്ല. ഇതിനിടയിലാണ് CMRLനെതിരെ ഗുരുതര ആരോപണങ്ങൾ SFIO ഉയർത്തുന്നത്. ഭീകര സംഘടനകളുമായി ചേർന്നു നിൽക്കുന്നവർക്ക് പണം നൽകി എന്ന ഗുരുതരമായ ആരോപണം. ഇത് ഈ കേസിനെ കൂടുതൽ ഗൗരവ തലത്തിലാക്കുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമെങ്കിൽ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കാമെന്നും SFIO പറഞ്ഞു. കൂടുതൽ കുരുക്ക് പിണറായി വിജയനുമേൽ മുറുക്കുന്നു എന്നർത്ഥം. CMRL ആർക്കൊക്കെ പണം നൽകി എന്നതിൽ വിശദമായ അന്വേഷണമാണ് SFIO ഇപ്പോൾ നടത്തുന്നത്. 184 കോടിയിലധികം രൂപയുടെ ഇടപാട് നടന്നതിന് തെളിവുകൾ SFIOയുടെ പക്കലുണ്ട്. ഈ പണത്തിൽ നിന്നൊരു ഭാഗം ഭീകര സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് നൽകി എങ്കിൽ ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. ചെയ്യാത്ത സേവനങ്ങൾക്കാണ് എക്സാലോജിക്കിന് പണം നൽകിയത് എന്നതായിരുന്നു ആദ്യ പരാതിയുടെ അടിസ്ഥാനം. ഇതിനായി വ്യാജ ബില്ലുകൾ ചമച്ചതായി കണ്ടെത്തി എന്ന് SFIO ഹൈക്കോടതി അറിയിച്ചു. CMRL നൽകിയ ഹർജി ഇനി പരിഗണിക്കാനായി ഈ മാസം 23-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ചുരുക്കത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയുമൊക്കെ. CMRL SFIO അന്വേഷണം വേണ്ട എന്ന് വെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഇപ്പോൾ അതിനേക്കാൾ വലിയ വിപത്തായി CMRLനും വീണയ്ക്കും പിണറായി വിജയനും മേൽ വന്നു പതിക്കുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.